മൈസൂർ കൊട്ടാരത്തിലെ ലൈറ്റിംഗ് എൻ്റെ രക്ഷയില്ല. രാവിലത്തെ സൺറൈസും അതുപോലെ വൈകിട്ടത്തെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പൊ മണി 5 ആയിട്ടുണ്ട്. ഞങ്ങൾ മൈസൂരേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഓല ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ വരും. അപ്പോൾ നമുക്ക് ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങാം. നമ്മളെയും വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്, നമുക്ക് ക്യാബിൽ കയറാം കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഡിയേഴ്സ്. ഹായ്, നമ്മളിപ്പോൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. മൈസൂരിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. ഒന്ന് കോഫിയെ കുടിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇന്ന് കർണാടകയിലെ സെലിബ്രേഷനാണ്, ഉഗാഡിയാണ്. നമ്മളെ ഓണം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം. അതുകൊണ്ട് നല്ല തിരക്കുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ഒരു കോഫിയെ കുടിച്ചിട്ട് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. മൈസൂരിലേക്ക് പോവുകയാണ്. മൈസൂരിൽ നിന്ന് നമ്മൾ നമുക്ക് പ്രോഗ്രാം നടത്തുമ്പോൾ ആദ്യം ചെന്നുടനെ ചാമുണ്ടേശ്വരി ടെമ്പിളിൽ ദർശനം നടത്തണം. അത് കഴിഞ്ഞ് സൂ ഉണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് മൈസൂർ പാലസ്. ഹായ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് മൈസൂരിലേക്ക് പോവാണ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മൈസൂരിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. രാവിലെ ഇവിടുത്തെ ഉത്സവം പ്രമാണിച്ച് നല്ല തിരക്കുണ്ട്. ഉഗാദി. നമുക്ക് എത്ര ടൈം എടുക്കും അവിടെ എത്താൻ മൈസൂർ? 3 മണി. നമുക്ക് 3 മണിക്കൂർ ട്രെയിൻ യാത്ര എൻജോയ് ചെയ്യാം. അങ്ങനെ നമ്മൾ മൈസൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മൈസൂര് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് നേരെ ചാമുണ്ടേശ്വരി അമ്പലത്തിലേക്കാണ്. ചാമുണ്ടി ഹിൽ. ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ഒരു 10-20 മിനിറ്റ് വരുമെന്ന് തോന്നുന്നു. ഓല ക്യാബ് ബുക്ക് ചെയ്യാം. നമ്മൾ നേരെ ചാമുണ്ടി ടെമ്പിളിലോട്ട് പോകാനുള്ള ഓല ടാക്സി വന്നിട്ടുണ്ട്. നമുക്ക് ടാക്സിയിലേക്ക് കയറാം. മൈസൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്വീറ്റാണ് മൈസൂർ പാക്ക്. ഇതൊരു റോയൽ സ്വീറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെയ്യും പഞ്ചസാരയും കടലമാവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ആദ്യം ഉണ്ടാക്കിയിരുന്നത് മൈസൂർ പാലസ് കിച്ചണിലായിരുന്നു. അതുകൊണ്ടാണ് അതിനെ റോയൽ സ്വീറ്റ് എന്നറിയപ്പെടുന്നത്. നിങ്ങൾ മൈസൂർ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് മൈസൂർ പാക്ക് ട്രൈ ചെയ്യണം കേട്ടോ. ഇന്ന് ഇവിടെ എത്തിയപ്പോൾ ഫീൽ ചെയ്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒട്ടും തിരക്കില്ല കേട്ടോ. ബാംഗ്ലൂരിൽ ആ ഒരു ട്രാഫിക് തിരക്ക്, ഇവിടെ വന്നപ്പോൾ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള പ്രകൃതിയോട് ഇണങ്ങിയുള്ളൊരു സ്ഥലമാണ്. വളരെ ശാന്തതയാണ്, അധികം തിരക്കുകളൊന്നും ഇല്ലാതെ വളരെ കാമായിട്ടുള്ളൊരു പ്ലേസാണ്. മൈസൂരിൽ ഇനി ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഹായ് ഡിയേഴ്സ്, കർണാടകയിലെ വളരെ പരിപാവനമായ ബ്രെത്ത് ടേക്കിംഗ് പ്ലേസിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതെ, ചാമുണ്ടി ഹിൽസ്, കർണാടക. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചാമുണ്ടേശ്വരി ടെമ്പിളിലേക്കാണ് കേട്ടോ. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ദേ ഇരിക്കുന്ന നമ്മുടെ റൊണാൾഡോ. കണ്ണമോൻ കണ്ടപ്പോൾ തന്നെ റൊണാൾഡോയെ മേടിച്ചു കേട്ടോ. ചാമുണ്ടേശ്വരി ക്ഷേത്രം ഏകദേശം 1000 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വലിയ ഒരു നന്ദിയുടെ സ്റ്റാച്യു ഉണ്ട്. ഏകദേശം 350 വർഷം പഴക്കമുള്ള സ്റ്റാച്യു. ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഈ ഒരു കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടത്തിൻ്റെ സെക്ഷനിലെത്തുന്നത്. അവിടെ എത്തിയപ്പോൾ എൻ്റെ ഇന്നർ ചൈൽഡ് ഭയങ്കര ഹാപ്പിയായി. നോക്കി, എന്ത് ക്യൂട്ടായിട്ടുള്ള പാവക്കുട്ടികളാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നന്ദിയുടെ ചെവിയിൽ മന്ത്രിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹങ്ങൾ സഫലമാകും എന്നുള്ള വിശ്വാസം ഇവിടുത്തുകാർക്കുണ്ട്. ഇവിടം വിസിറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആണ് കേട്ടോ. രാവിലത്തെ സൺറൈസും അതുപോലെ വൈകിട്ടത്തെ സൺസെറ്റും ഇവിടെ നിന്ന് കാണാൻ വളരെ മനോഹരമാണ്.
കർണാടകയിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ചാമുണ്ടേശ്വരി ഹിൽസും ചാമുണ്ടേശ്വരി ടെമ്പിളും. നിങ്ങൾ പ്രകൃതിയെയും അതുപോലെ അഡ്വഞ്ചറും സ്പിരിച്വാലിറ്റിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കുള്ള അൾട്ടിമേറ്റ് പ്ലേസ് ആണ് ചാമുണ്ടേശ്വരി ഹിൽസ്. ഞങ്ങൾ രാവിലെ അവിടെ എത്തുമ്പോൾ നീണ്ട ക്യൂ ആയിരുന്നു കേട്ടോ. ഈ ക്യൂവിൽ ഏകദേശം 2 മണിക്കൂർ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ദർശനം ലഭിച്ചത്. ഉഗാദി ദിവസം ആയിരുന്നത് കൊണ്ടാകാം ഇന്ന് ഇത്രയും തിരക്ക് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രവുമല്ല സൺഡേയും കൂടെ ആയിരുന്നല്ലോ, കുഞ്ഞുങ്ങൾക്ക് സ്കൂളടവും തുടങ്ങിയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ ചാമുണ്ടേശ്വരി ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. ചാമുണ്ടി ഹിൽസിൽ നിന്നും 1008 സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പിളിൽ എത്തിച്ചേരാം. സീ ലെവലിൽ നിന്നും ഏകദേശം 3489 ഫീറ്റ് ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മൈസൂർ സിറ്റിയുടെ ഒരു പനോരമിക് വ്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയും. ദസറയുടെ ടൈമിൽ ഈ ടെമ്പിള് അതിമനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതു വന്നപ്പോൾ നല്ല ദാഹം. അപ്പോൾ കരിമ്പൻ ജ്യൂസ് വിൽക്കുന്ന ഒരു കട കണ്ടു. അങ്ങനെ ഞങ്ങൾ കരിമ്പൻ ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു. കരിമ്പൻ ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ നല്ല ആശ്വാസമായി. ചേട്ടന് കരിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കരിക്ക് കുടിച്ചു. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയ തളർച്ചയും ക്ഷീണമൊന്നും തോന്നില്ല കേട്ടോ. ബാംഗ്ലൂരിലെ ചൂട് അങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടൊന്നുമല്ല, നമുക്ക് ഓക്കെയാണ്. ചാമുണ്ടേശ്വരി ടെമ്പിൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിലെ തടസ്സങ്ങൾ നീങ്ങുമെന്നും കൂടുതൽ സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടാൻ കഴിയും എന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ ക്യൂ നിന്ന് ദർശനം കഴിഞ്ഞു. 2 മണിക്കൂർ നല്ല റഷായിരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് മാത്രമല്ല ഇവിടുത്തെ ഉത്സവം കൂടെയാണ്. സ്കൂൾ അവധി അങ്ങനെ നല്ല റഷായിരുന്നു. 2 മണിക്കൂർ കറക്റ്റ് ക്യൂ നിന്നിട്ടാണ് ദർശനം നടത്തി. ഇപ്പോൾ വെളിയിലിറങ്ങി. നല്ല ചൂടുണ്ട്. ഇപ്പോൾ താഴെ നമ്മുടെ ടാക്സി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിത് നേരെ സൂയിലോട്ടാണ് പോകുന്നത്. കാറ് വന്നിട്ടുണ്ട്. നമുക്കിനി ചാമുണ്ടി ഹിൽസിൽ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ. പോകുന്ന വഴിക്ക് വലിയൊരു കട കണ്ടു, അവിടെ നിർത്തി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മസാല ദോശ വന്നിരിക്കുന്നു. ഹായ് ഡിയേഴ്സ്, ഞാൻ ഓർഡർ ചെയ്തപ്പോൾ വന്ന ദോശ കണ്ടോ, നല്ല നീളത്തിലുള്ള ദോശ, നല്ല സൂപ്പർ ക്രിസ്പി ദോശയായിരുന്നു കേട്ടോ. വിശന്ന് ഒരു പരുവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയൊക്കെ കഴിച്ചു. നമുക്കിനി സൂയിലേക്ക് പോവാം. ഇനി എന്താ പരിപാടി? നമ്മുടെ സൂവിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ആളുകൾ ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്. ഓൺലൈനിൽ എടുത്തോ? അകത്തേക്ക് കയറാം. ഇനി നമ്മൾ പോകുന്നത് മൈസൂർ പാലസിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മൈസൂർ പാലസിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. പാലസിന് മുന്നിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്. വാച്ച്, കളിപ്പാട്ടം, കമ്മൽ, മോതിരം, പിന്നെ വീട്ടിൽ വയ്ക്കാവുന്ന അലങ്കാര വസ്തുക്കൾ എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചാക്കിയാണ് വിൽക്കാനായിട്ട്. ഒരു വൈബുണ്ട് പാലസിന് ഫ്രണ്ട് വശം. നല്ല തണലുണ്ട്. വിശ്രമിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. മരത്തണലിലിരുന്ന് ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിച്ചു. അങ്ങനെ നമ്മൾ മൈസൂർ പാലസിലോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ഒരു മോണമെന്റ് ആണ് മൈസൂർ പാലസ്. എല്ലാ വർഷവും 6 മില്യൺ ആൾക്കാരാണ് ഇവിടം വിസിറ്റ് ചെയ്യുന്നത്.
ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റിംഗ് ആണ് കേട്ടോ. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരത്ത് ഇവിടെ ലൈറ്റിംഗ് ഉണ്ട്. ഏകദേശം 97,000 ബൾബുകളാണ് അറ്റ് എ ടൈം കത്തുന്നത്. വളരെ അമേസിംഗ് ആണ് കേട്ടോ ആ കാഴ്ച. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പഴയ പാലസ് ഒരു തീപിടുത്തത്തിൽ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1912 ഇത് റീബിൽഡ് ചെയ്യുന്നത്. ഈ പാലസ് ഡിസൈൻ ചെയ്തത് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഹെൻറി എർവിൻ ആയിരുന്നു. ഇത് ഹിന്ദു, മുസ്ലിം, രാജ്പുത്, ഗോത്തിക് സ്റ്റൈൽസിൻ്റെ ഒരു ബ്ലെൻഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കൊട്ടാരത്തിൽ ഒരു സീക്രട്ട് അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ടത്രേ. അത് സിറ്റിയുടെ പല ഭാഗങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾ മൈസൂരിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മൈസൂർ പാലസ് വിസിറ്റ് ചെയ്യണം. സൺഡേയിൽ 7 മണിക്കാണ്, വൈകുന്നേരം 7 മണിക്കാണ് ഇവിടെ ലൈറ്റിംഗ് ആരംഭിക്കുന്നത്. എൻ്റെ സ്റ്റുഡൻറ്റ് ധന്യയും ഫാമിലിയും എന്നെ കാണാനായിട്ട് മൈസൂർ പാലസിൽ വന്നിട്ടുണ്ടായിരുന്നു. ധന്യ താമസിക്കുന്നത് ബാംഗ്ലൂർ ആണെങ്കിലും മൈസൂരാണ് ഏറ്റവും അടുത്ത്. അതുകൊണ്ട് മൈസൂരിലെ ടീച്ചർ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ മൈസൂരിൽ എന്നെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകൾ ആരുടെയും മനം മയക്കുന്നതാണ്. അത്ര അമേസിംഗ് ആണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. കൊട്ടാരത്തിനുള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ വലതുഭാഗത്തും അതുപോലെ തന്നെ ഇടതുഭാഗത്തും ഇതുപോലൊരു ആനയുടെ ശില്പം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മനസ്സ് വരില്ല. അത്രയ്ക്ക് നയന മനോഹരമായ കാഴ്ചകളാണ് ഇതിനകത്തുള്ളത്. ഒരു രക്ഷയില്ലാത്ത ബ്യൂട്ടിയാണ് കേട്ടോ ഈ കൊട്ടാരം. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പാലസാണ് മൈസൂർ പാലസ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ എഴുതുകയും എല്ലാവരും ഇവിടം വിസിറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഞങ്ങളിങ്ങനെ കൊട്ടാരത്തിലെ ഓരോ കാഴ്ചകൾ കണ്ട് അന്തം വിട്ട് നടക്കുകയാണ്. അന്നത്തെ ദർബാർ ഹാളാണ് ഇത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കാണുന്ന കസേരകൾ സിൽവറിൽ കൊത്തിയെടുത്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് അവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നത്. പീരങ്കികൾ ഉപയോഗശൂന്യമായിട്ട് ഒരുപാട് പീരങ്കികൾ നടക്കുകയാണ് കേട്ടോ. ഇതിനകത്തെ വൈബ് ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ അടിപൊളി. ഇന്ന് ഉഗാദി പ്രമാണിച്ച് മുറ്റത്ത് എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മേളമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. കിളിവാതിൽ എന്നൊക്കെ പറയുന്നത് ഇതാണെന്ന് തോന്നുന്നല്ലേ. ആ സൈഡിൽ നിറച്ച് കിളിവാതിലുകൾ കാണുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ ഈ കൊട്ടാരം. നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. അത്ര ഭംഗിയോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഈ തൂണുകളിലെ കൊത്തുപണികളൊക്കെ കണ്ടോ. അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. കൊട്ടാരത്തിൽ നിന്നും നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ആൾ ടീച്ചറാണ് കേട്ടോ. സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ മൈസൂർ കറങ്ങാനായിട്ട് വന്നതാണ്. അങ്ങനെ മൈസൂർ പാലസിനകത്ത് വെച്ച് യാദൃശ്ചികമായിട്ട് എന്നെ കണ്ടു. അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ ഞാനവിടെ ഇരിക്കുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി വന്നതാണ് നിങ്ങളിപ്പോൾ കണ്ട സീൻ. ഇപ്പം നിങ്ങൾ കാണുന്നത് ധന്യയും ഫാമിലിയാണ് കേട്ടോ. മൈസൂർ കൊട്ടാരത്തിന് പുറത്തുള്ള ഗാർഡനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. രാത്രി 7:30 ഇവിടെ ലൈറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലൈറ്റിംഗ് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ലൈറ്റിംഗ് കണ്ടാലോ.
ഒരേ സമയം എല്ലാ ലൈറ്റുകളും കൂടെ ഓൺ ചെയ്യുമ്പോൾ ഒരു ഭംഗി നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കൊട്ടാരം മാത്രമല്ല, കൊട്ടാരത്തിന് ചുറ്റുമുള്ള മതിലും അതുപോലെ ഗേറ്റും എല്ലാം ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് ഒരു രക്ഷയില്ലാത്ത ഭംഗി കേട്ടോ, ഒരു രക്ഷയില്ല. മൈസൂർ കൊട്ടാരത്തിലെ ലൈറ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ലൈറ്റിങ്ങിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്ന ശേഷം പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടൽ റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു.